ഒരു സാധകൻ പാലിക്കേണ്ട ദിനചര്യകൾ എന്തെല്ലാം ഒരു സാധകൻ ചോദിച്ചാൽ പറഞ്ഞുതരാം. കഴിഞ്ഞില്ലേ? ഉത്തരം കഴിഞ്ഞില്ലേ? മനസ്സിലായില്ല? ഒരു സാധകൻ പാലിക്കേണ്ട ദിനചര്യകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. ഒരു സാധകൻ ചോദിച്ചാൽ അറിയുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ ഒന്നല്ല, ഇത്ര ആൾക്കാരുണ്ട്. കുറേ പേര് മുങ്ങിയിട്ടുണ്ട്, എന്നാലും ഇപ്പോഴുണ്ടല്ലോ കുറേ പേര്. ഓരോരുത്തർക്കും സാധന വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ഗുണഭേദമനുസരിച്ച്, അവർക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവിനനുസരിച്ച്, അവരുടെ ബൗദ്ധിക തലത്തിനനുസരിച്ച് വിഭിന്നമായിരിക്കും ഓരോ വ്യക്തിയും അനുവർത്തിക്കേണ്ടുന്ന സാധനാക്രമങ്ങൾ. ചിലർക്ക് യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണാധ്യാനങ്ങളുടെ മാർഗമായിരിക്കും. ചിലർക്ക് ജപകീർത്തനങ്ങളുടെ മാർഗമായിരിക്കും. ചിലർക്ക് മന്ത്രോപാസനകളുടെ മാർഗമായിരിക്കും. ചിലർക്ക് ശാസ്ത്ര സ്വാധ്യായത്തിൻ്റെ ശ്രവണ മനനാദികളുടെ മാർഗമായിരിക്കും. ചിലർക്ക് നിഷ്കാമ കർമാചരണത്തിൻ്റെ മാർഗമായിരിക്കും. ചിലർക്ക് സകാമകർമ്മത്തിൻ്റെ തന്നെ മാർഗം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചിലർക്ക് ശാരീരികമായി നല്ല അധ്വാനം ചെയ്യാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും. വിഭിന്നമാണ്, എല്ലാവർക്കും ഒന്നല്ല സാധന. ഇതാണല്ലോ സനാതനധർമ്മത്തിൻ്റെ മഹത്വം. തൻ്റെ വിശ്രുതമായ ഒരു പ്രസംഗത്തിൽ വിവേകാനന്ദ സ്വാമികൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജോണിനും ജോസഫിനും തോമസിനും ഒരേ കോട്ടും ഹാറ്റുമാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ജോണിൻ്റെയും ജോസഫിൻ്റെയും തോമസിൻ്റെയും ശരീരത്തിൻ്റെയും തലയുടെയും വലുപ്പത്തിനനുസരിച്ചാണ് കോട്ടും ഹാറ്റും. അതെ, ഒരാളുടെ വലുപ്പത്തിനനുസരിച്ചാ കോട്ട്. നമുക്ക് മറ്റേതല്ല. എല്ലാവർക്കും ഒരു വഴി, രണ്ടു വഴിയില്ല. നമുക്കതല്ല. നമുക്കെന്തറിയാം? രുചീനാം വൈചിത്ര്യാത് ഋജുകുട്ടില നാനാപഥജുഷാം നൃണാമേകോ ഗമ്യ ത്വമസി പയസാമർണ വൈവ. വളഞ്ഞും പുളഞ്ഞും പോകുന്ന പുഴകൾക്കൊക്കെയും ഒരു സമുദ്രം പ്രാപ്യസ്ഥാനം എന്നതുപോലെ വ്യത്യസ്ത ഗുണഭേദങ്ങളോടുകൂടിയ സാധകർക്ക് അവരവരുടെ മാർഗങ്ങളിലൂടെ ചരിക്കേണ്ടി വരും. ലക്ഷ്യസ്ഥാനം നീ ഏകനാകുന്നു. അപ്പം എല്ലാവർക്കും ഒന്ന് പറയാൻ പറ്റില്ല. എന്നാലും സ്വാമി രാവിലെ എണീച്ച് കുളിക്കണം എന്നൊക്കെ പറഞ്ഞൂടെ? പറയാൻ പറ്റില്ല. ചിലരോട് രാവിലെ എണീച്ച് കുളിക്കണ്ടെന്ന് പറയേണ്ടി വരും. ഇപ്പം എല്ലാവരോടും ഒന്ന് പറയാൻ പറ്റുമോ? അതാ നിങ്ങളെ അഭിപ്രായം? രാവിലെ എണീറ്റ് കുളിക്കാൻ പാടില്ലാത്ത വ്യക്തികളുണ്ട്. സൂര്യൻ ഒരു ഉച്ചയിലെത്തിയിട്ട് മാത്രം കുളിക്കേണ്ട വ്യക്തികളുണ്ട്. അവരോട് രാവിലെ കുളിക്കാൻ പറഞ്ഞാൽ പിറ്റേന്ന് കാറ്റ് പോയില്ലേ? രോഗങ്ങൾ വരില്ലേ? ഒരാചരണ വിശേഷവും എല്ലാവരെ സംബന്ധിച്ചും ഒരുപോലെ പറയാൻ സാധ്യമല്ല. അപേക്ഷികമാണ്, തീർത്തും അപേക്ഷികമാണ്. അവിടുന്ന് കുറച്ച് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തീർത്തും അപക്വമായ ചില അബദ്ധജടിലങ്ങളായ ധാരണകൾ നമുക്ക് വരും. പേരൊന്നും പറയില്ല. പേര് പറഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും ഈ കൂട്ടത്തിൽ ഇല്ല അയാൾ, ഇവിടെ ബന്ധപ്പെടുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോളൂ. ഇപ്പോൾ കുറച്ച് വേദാന്ത ക്ലാസ്സിലൊക്കെ വന്നു. അപ്പോൾ ഇവിടെ പൊതുവെ ധർമ്മവുമായിട്ട് കലർത്തിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയാറ്. അപ്പോൾ നിത്യ ആചരണ പദ്ധതികളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ശൗചം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ വിഷയം പറഞ്ഞപ്പോൾ ഇയാൾ വളരെ ഉറച്ചു വെച്ചിട്ടുണ്ട്. ഇരുന്നേ മൂത്രമൊഴിക്കാൻ പാടുള്ളൂ എന്ന് ചിദാനന്ദസ്വാമി പറഞ്ഞിട്ടുണ്ട്. നല്ലത് തന്നെ, ഇരുന്ന് വേണം മൂത്രമൊഴിക്കാൻ മനുഷ്യൻ, നിന്നിട്ടല്ല മൂത്രമൊഴിക്കേണ്ടത്. നിന്നു നീ മൂത്രമൊഴിക്കരുതേ കാലിൽ തെറിക്കില്ല നാണമില്ലേ, അല്ലേ? അപ്പോൾ ഇരുന്നിട്ട് വേണം ഒഴിക്കുക. അങ്ങനെ ഈ കക്ഷി നമ്മളും കൂടി ഒന്ന് യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ ഒരാൾ നിന്ന് മൂത്രമൊഴിക്കുന്നുണ്ട്. ഉടനെ ഇയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഇയാളുടെ അപ്പം വന്ന് വാക്ക്, സംസ്കാരമില്ലാത്ത നിന്ന് മൂത്രമൊഴിക്കണ കണ്ടില്ലേ? ഞാൻ ചോദിച്ചു, അയാൾക്കാണോ സംസ്കാരമില്ലാത്ത? നിങ്ങൾക്കാണോ? ആ പാവത്തിന് കാലിൻ്റെ മുട്ട് മടങ്ങോ ഇല്ലയോ എന്നറിയോ നിങ്ങൾക്ക്? അയാൾക്ക് നിലത്തിരിക്കാൻ പറ്റാത്ത രോഗമുണ്ടോയെന്ന് നിങ്ങൾക്കറിയോ?
അയാൾ ആരാന്നേ നിങ്ങൾക്കറിയില്ല. എന്തെല്ലാം മാരക രോഗങ്ങളുണ്ട്, മുട്ടുമടങ്ങാത്ത കേസുകൾ, ഇനി ഇരുന്ന് മൂത്രമൊഴിച്ചാൽ തലകറങ്ങി വീഴുന്ന രോഗങ്ങളുണ്ട്. അപ്പം അയാളുടെ ഒരു സ്ഥിതി ആരാന്ന് പോലും അറിയാതെ, അയാളുടെ ശാരീരിക സ്ഥിതി അറിയാതെ, നീ ഒരല്പം പഠിച്ചു വെച്ച ശാസ്ത്രമനുസരിച്ച് ആപദ്ധർമ്മം എന്തെന്ന് മനസ്സിലാക്കാതെ ഒരു വ്യക്തിയെക്കുറിച്ച് ഹീനമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ അവനാണോ സംസ്കാരമില്ലാത്തത്, നിനക്കാണോ സംസ്കാരമില്ലാത്തത്? നമ്മളെ കൂടെ ഒരു പ്രഭാഷണത്തിന് കൂടെ വന്നതാ, പിന്നെ കക്ഷീനെ കണ്ടിട്ടില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കക്ഷി പൊന്തിയത്. അതേ തമാശയല്ലത്. അപ്പം നമ്മളൊന്നും ഒരു അല്പമാത്രം അറിഞ്ഞൊന്നും പറയരുത്, എല്ലാവരോടും ഒന്നും പറയരുത്. ഇത് പണ്ട് നമ്മളെ എന്താ പറയുക, ഈ ആശുപത്രിയിൽ പോയി, ആശുപത്രിയിൽ ആകെ 2 തരം കോമ്പൗണ്ടേ ഉള്ളൂ, 2. അപ്പം ഞാൻ വയറുവേദനയായിട്ട് പോയി. അപ്പോൾ വേഗം ഒന്ന് കോമ്പൗണ്ടർ ഒക്കെ കലക്കി തന്നു. കുടിച്ചോളൂ. എത്ര കുടിക്കണം? കുടിച്ചോളൂന്നേ, ഒരു 5 ദിവസം കുടിച്ചോളൂ, എന്നിട്ടോ മാറും ഉറപ്പാണ്. മാറിയിട്ടില്ലെങ്കിൽ വന്നോളൂ. ശരി, ഞാൻ പോയി. 5 ദിവസം കഴിഞ്ഞു, ഒരു മാറ്റവും ഇല്ല, പോയി. അപ്പം മൂപ്പര് അതേ സാധനം ഇതന്നെയാണ് എനിക്ക്, ഇതന്നെ കുടിച്ചോളൂ 5 ദിവസം കൂടി. എന്താ കാരണം? അന്ന് അതേ ഉള്ളൂ, 2 തരം കോമ്പൗണ്ടുകളേ ഉള്ളൂ. മിക്സ്ചർ ചെയ്തിട്ട് തരികയാണത്. മിക്സ്ചർ ചെയ്യുന്നവൻ്റെ പേരാ കോമ്പൗണ്ടർ. പിന്നെന്തായി? പിന്നെ ഇപ്പോൾ ഒരു മരുന്ന് തന്നെ ഇപ്പോൾ ആയിരക്കണക്കിന് കമ്പനികളുടെ ആയിരക്കണക്കിന് ട്രേഡ് നെയിമുകളിൽ ഇറക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അന്ന് അങ്ങനെയായിരുന്നു. സനാതനധർമ്മം ഒരു മിക്സ്ചർ മാത്രമുള്ള സാധനമല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു സാധകനുള്ള സാധന പറഞ്ഞു തരാൻ അറിയില്ല. അത് തന്നെയാണ് മറുപടി. പിന്നെ പൊതുവായിട്ട് സത്യം പറയണം. എന്ത് സത്യം എല്ലാം പറയണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ പറയാം.